ഹലോ, എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മനോഹരമായ ഒരു ലൊക്കേഷനിലാണ് കേട്ടോ ഇന്ന് നമ്മൾ എത്തിച്ചേർന്ന് നിൽക്കുന്നത്. ധാരാളം വീടുകളെല്ലാം ഉള്ള നല്ലൊരു വില്ല പ്രൊജക്റ്റാണ്. ഈ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് ഏതാണ്ട് ഒരു 7 കിലോമീറ്റർ മാത്രം ദൂരത്തായാണ്. നല്ലൊരു ലൊക്കേഷനാണ്. 2018-19 കാലഘട്ടത്തിൽ ഫ്ലഡ് ബാധിക്കാത്ത ഒരു ലൊക്കേഷൻ കൂടിയാണ്. ധാരാളം വീടുകളെല്ലാമുള്ള നല്ലൊരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായാണ് ഈ വീട് വരുന്നത്. ചുറ്റും കോമ്പൗണ്ട് വാളെല്ലാം ചെയ്തിട്ടുണ്ട്. സ്ലൈഡിങ് ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റും ഈ വീടിന് അവൈലബിൾ ആണ്. നല്ലൊരു എലവേഷനിലാണ് കേട്ടോ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീട് വരുന്നത് 4.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ്. 2300 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ചുറ്റും കോമ്പൗണ്ട് വാളെല്ലാം നൽകിയിട്ടുണ്ട്. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റും ഈ വീടിന് അവൈലബിൾ ആണ്. നല്ല വീതി കൂടിയ റോഡ് ഫ്രണ്ടേജായി തന്നെയാണ് വീട് വരുന്നത്. നമ്മുടെ ഈ ലൊക്കേഷനിൽ നിന്നും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കാക്കനാട് ഇൻഫോ പാർക്കിലേക്കെല്ലാം 7 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്. അതുപോലെ തന്നെ എടപ്പള്ളിയിലേക്കാണെങ്കിൽ ഒരു 10 കിലോമീറ്ററോളം ദൂരവും, ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 5 കിലോമീറ്റർ ദൂരവും, ആലുവ ടൗണിലേക്കാണെങ്കിൽ ഒരു 8.5 കിലോമീറ്റർ മാത്രം ദൂരവുമാണ് വരുന്നത്. കൂടാതെ തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് ഏതാണ്ട് ഒരു 500 മീറ്റർ മാത്രം ദൂരവും വരുന്നുണ്ട്. എറണാകുളം ടൗണിൻ്റെ ഏതൊരു ഭാഗത്തേക്കും ഈസിലി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് വീട് വരുന്നത്. വീടിൻ്റെ മുൻവശത്തായി കടുപ്പ കല്ലുകളാണ് വീടിൻ്റെ മുറ്റത്ത് വരിച്ചിരിക്കുന്നത്. 2 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നൽകിയാണ് മുറ്റം ഒരുക്കിയിരിക്കുന്നത്. വീടിൻ്റെ സൈഡ് വശങ്ങളെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. തീർത്തും വാസ്തു നിയമപ്രകാരം തന്നെയാണ് കേട്ടോ വീടിൻ്റെ നിർമ്മാണം. ഈ വീടിൻ്റെ ഈ മെയിൻ എൻട്രൻസ് ദിക്ക് വരുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്കാണ് വീട് ഫേസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ടെല്ലാം നൽകിയിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ്, ഗ്ലോസി ഫിനിഷിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ ഒരു പാളിയിലാണ് ചെയ്തിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ കൊത്തുപണികളെല്ലാം ചെയ്ത് അലങ്കരിച്ചാണ് മെയിൻ ഡോർ. ഈ മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ കയറി ചെല്ലുന്ന ഇവിടുത്തെ ലിവിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയി തന്നെയാണ് ലിവിങ് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. വലിയൊരു TV യൂണിറ്റ് എല്ലാം അവൈലബിൾ ആണ്. CCTV ക്യാമറ സിസ്റ്റം അവൈലബിൾ ആണ്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. ഇവിടെ നിന്നും നെക്സ്റ്റ് എൻട്രി വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. നമുക്ക് കാണാം വിശാലമേറിയൊരു ഡൈനിങ് ഏരിയ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വലിയ വെട്രിഫൈഡ് ടൈൽസുകളും ഫ്ലോറിങ്ങിനായി നൽകിയിട്ടുണ്ട്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നമ്മൾ കണ്ടു. നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ ഇവിടുത്തെ കിച്ചണും വരുന്നത്. മനോഹരമായൊരു ഓപ്പൺ കിച്ചണാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. 3 ഫേസ് കണക്ഷനാണ് കേട്ടോ വീടിന് നൽകിയിരിക്കുന്നത്. ഒരു 8-10 പേർ കപ്പാസിറ്റി ഉള്ള ഡൈനിങ് ടേബിൾ ഇവിടെ യൂസ് ചെയ്യാനുള്ള സ്പേസ് അവൈലബിൾ ആണ്. ഈ ഒരു ഭാഗത്തായി വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു. സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടുത്തെ കിച്ചണാണ് നമ്മൾ ഈ കാണുന്നത്. മനോഹരമായ രീതിയിലാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കിച്ചൻ്റെ ഈ കബോർഡ് വർക്കുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളെല്ലാം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മനോഹരമായ രീതിയിൽ നിർമ്മിച്ച ഈ കിച്ചണോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ കൂടി അവൈലബിൾ ആണ്. ഇവിടെയും നമുക്ക് കാണാം കബോർഡ് വർക്കുകളും അതുപോലെ വർക്കിംഗ് ടേബിളും സിങ്കും എല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ വാട്ടർ സോഴ്സിനായി നൽകിയിരിക്കുന്നത് കിണർ വെള്ളമാണ് കേട്ടോ. കിണർ വെള്ളം ഒരിക്കലും പറ്റാത്തൊരു ഏരിയയിലാണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല KW കണക്ഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഫസ്റ്റ് ബെഡ്റൂമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂം അല്ലേ. അറ്റാച്ച്ഡ് ബാത്റൂമും വാട്ടർ സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. കൂടാതെ ഇതിൻ്റെ ഒരു സൈസ് വരുന്നത് ഒരു 12-14 എന്ന അളവിലാണ് ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാലും നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. കൺസീൽഡ് ആയിട്ടാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം നൽകിയിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു മാറ്റ് പാറ്റേണിലാണ് ഇവിടുത്തെ ഫ്ലോർ ടൈൽസുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. അതിൽ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. മറ്റു ബെഡ്റൂമിനെ പോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കും അതുപോലെ തന്നെ വാൾഡ്രോബ് സൗകര്യങ്ങളെല്ലാം നൽകി മനോഹരമായ ഒരു ബെഡ്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയ നീളത്തിലൊരു ബാത്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം നൽകി തന്നെയാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. മനോഹരമായ ഈ ഏരിയയിൽ നിന്ന് നമുക്ക് അടുത്ത എൻട്രി വരുന്ന ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസാണ് നമ്മൾ ഈ കാണുന്നത്. ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും ഹാൻഡ് റെയിലിനായി GS സ്ക്വയർ ട്യൂബ് വുഡുമാണ് നൽകിയിരിക്കുന്നത്. നേരെ കയറി ചെന്ന അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. നല്ലൊരു മനോഹരമായ ഏരിയയാണ് ഇവിടെ ലഭിക്കുന്നത്. ഒരു ഫാമിലി ലിവിങ് സ്പേസ് ഇവിടെ നൽകിയിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഇവിടെയും TV യൂണിറ്റ് എല്ലാം നൽകി മനോഹരമായ രീതിയിൽ തന്നെയാണ് ഈ ഏരിയയും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു ഫ്രഞ്ച് വിൻഡോ എല്ലാം നൽകി ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. TV യൂണിറ്റ് ഈ ഒരു ഏരിയയിലാണ് നൽകിയിരിക്കുന്നത്. ഈ സൈഡിലേക്ക് പോയാൽ നമുക്കിവിടെ ഒരു ബാൽക്കണി അവൈലബിൾ ആണ്.
ബാൽക്കണിയുടെ ഫ്ലോറിങ്ങിനായി വലിയ വെട്ടിഫൈ ടൈൽസുകളും ഹാൻഡ് റെയിലിനായി ടഫും ഗ്ലാസും സ്റ്റെയർസുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ധാരാളം വീടുകളെല്ലാമുള്ള നല്ലൊരു ലൊക്കേഷനിലാണ് കേട്ടോ വീടിൻ്റെ നിർമ്മാണം. ഈ ഒരു ഭാഗത്തേക്ക് പോയ ഒരു ചെറിയൊരു കോർട്ട്യാർഡെല്ലാം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പ്ലാന്റുകളെല്ലാം വയ്ക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്പോട്ട് കൂടിയാണത്. ടഫൻ ഗ്ലാസ് നൽകി മനോഹരമാക്കിയിരിക്കുന്നു. 2 ബെഡ്റൂമുകളാണ് കേട്ടോ നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കിനി ഫസ്റ്റ് ഫ്ലോർ ബെഡ്റൂം സൈഡിലേക്ക് ഒന്ന് പോകാം. ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ അതേ സൈസിലുള്ള ബെഡ്റൂമുകളാണ് ഈ ഫസ്റ്റ് ഫ്ലോറിലും നൽകിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോബ് സൗകര്യം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ബാത്റൂം ആണെങ്കിലും നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ്, കൺസീൽഡ് ആയിട്ടാണ് ബാത്റൂമിൻ്റെ നിർമ്മാണം. നമുക്കിനി ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂം ഒന്ന് കണ്ടാലോ. അറ്റാച്ച്ഡ് ബാത്റൂം പോലത്തെയാണ് ലാസ്റ്റ് ബെഡ്റൂമും നൽകിയിട്ടുള്ളത്. വാൾഡ്രോബ് സൗകര്യങ്ങളും എല്ലാവിധ സൗകര്യത്തോടുകൂടി തന്നെയാണ് ബെഡ്റൂമും ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ നിർമ്മാണം 4.5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ്. 2200ഓളം സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം പ്ലസ് യൂട്ടിലിറ്റിയാണ് വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോയാൽ വീടിന് ചോദിക്കുന്ന വില 85 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളാണ്. സൈറ്റ് വിസിറ്റിംഗിന് ഓണറുമായി ഡയറക്റ്റ് സംസാരിക്കാൻ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. എല്ലാ ബാങ്കുകളിലെ ലോൺ സൗകര്യവും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.